ഈ BJP-യിൽ ഇപ്പോൾ ഒരു കലഹം തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു BJP-ക്ക് അനുകൂലമായൊരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികം BJP-ക്ക് ഉണർവുണ്ടാക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനൊക്കെ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം മാത്രമല്ല, മറ്റ് പല ജില്ലകളിലടക്കം വലിയ സ്വാധീനങ്ങൾ ചെലുത്താൻ. അതെ, പാലക്കാട്. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്ന സാഹചര്യം, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ CPM-നൊക്കെ വലിയ എതിർപ്പുകൾ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ RSSും മറ്റുമൊക്കെ കേഡർ സംവിധാനം ഉപയോഗിച്ച് നേരത്തെ തന്നെ വർക്കുകൾ തുടങ്ങിയാൽ, സ്വാഭാവികമായിട്ട് വാർഡുകൾ തലം പിടിച്ചു തുടങ്ങിയാൽ നല്ല രീതിയിലൊരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരു മുന്നൊരുക്കം കൂടിയാകും അത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ തെരുവിലേക്ക് പോലും എത്തുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെയും ഒക്കെ ഗ്രൂപ്പുകൾ 3ആയി ഒക്കെ തിരിയുന്ന സാഹചര്യം. അതിനെ എങ്ങനെ വിലയിരുത്താം? അല്ല, ഈ ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അതാദ്യം ചിന്തിക്കേണ്ടത് CPM-ൽ എങ്ങനെയാണ് പിണറായി വിജയൻ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നത്? അതെ, ഉള്ളിൽ അമർഷമുണ്ടെങ്കിലും പുറത്തേക്ക് വരുന്നില്ല. അതിന് ഭയം എന്ന് പറയുന്ന ഒരു വാക്കൂടെ അവിടെ ചേർക്കേണ്ടി വരും. BJP-യിലും കോൺഗ്രസിലും ഒന്നും ആ ഭയമില്ല. ആർക്കും ആരെയും പറയാമെന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം, അദ്ദേഹത്തിന് ശരിക്കും മലയാളം അറിയില്ല. മലയാളിയാണെങ്കിലും കേരളത്തിലല്ല ജനിച്ചതും വളർന്നതും. ഈ അവസ്ഥകളെല്ലാം നിലനിൽക്കുക. അങ്ങനെ ഒരാളെ ഇങ്ങോട്ട് കെട്ടിയിറക്കി എന്ന് പറയുന്ന ഒരു ചിന്ത കേരളത്തിലുള്ള സാധാരണ നേതാക്കന്മാർക്കുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രസിഡൻ്റായിരുന്ന സുരേന്ദ്രന് ഉള്ളിൽ സന്തോഷമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് ഉള്ളിൽ ദേഷ്യം ഉണ്ടാവും. കാരണം അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ പോസ്റ്റ്. അടിസ്ഥാനപരമായി നോക്കിയാൽ രാഷ്ട്രീയത്തിൽ ഈ കോളേജ് രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചും KSRTC തല്ലിപ്പൊളിച്ചും തെരുവിൽ യുദ്ധം ചെയ്തുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവർക്കുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ അധികാരം, അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്ന ഒരു ചിന്ത ഇവിടുത്തെ സാധാരണ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുതന്നെയാണ് ശശി തരൂരിന് കോൺഗ്രസിൽ സംഭവിക്കുന്നതും രാജീവ് ചന്ദ്രശേഖരന് BJP സംഭവിക്കുന്നത്. കാരണം ഇവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഇവർക്ക് എന്താ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമല്ലേ ചോദിക്കുന്നത്? അവർക്ക് പൊളിറ്റിക്സ് എന്തറിയാം? എന്താണ് പൊളിറ്റിക്സ്? അത് ഈ പൊതുവെ ഇത്തരത്തിൽ നോളജ് കൂടിയ ഒരു നേതാക്കൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം, അത്രയും നോളജ് വേണ്ട ഒരു രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഉണ്ട് ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക്. ഇനി രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് കേരളത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇവർ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ അതിനെ 10 ഇരട്ടിയാക്കി അല്ലെങ്കിൽ 100 ഇരട്ടിയാക്കി കേന്ദ്രത്തിലേക്ക് തിരിച്ചുവിടും. കാരണം അദ്ദേഹം പ്രാപ്തനല്ല എന്ന് വരുത്തിയാൽ ഇവിടെ ആ കസേര മോഹിച്ചിരിക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലാകുന്നു? BJP ചെയ്ത ഒരു കാര്യം, അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയത് അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള അമിത വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല, ഗ്രൂപ്പില്ലാത്ത ഒരാളെന്ന നിലയ്ക്കാണ്. BJP എന്തുകൊണ്ടാണ് കേരളത്തിൽ വേര് പിടിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, ഈ ഗ്രൂപ്പിസം തന്നെയാണ്. ബിനു നേരത്തെ പറഞ്ഞു 3 ഗ്രൂപ്പ്, എൻ്റെ അറിവിൽ 5 ഗ്രൂപ്പാണ്. അതെ, ഇവർക്കെല്ലാം നേതാക്കന്മാരാണ്. ഇവരുടെയൊക്കെ കൂടെ അണികളുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ സാധാരണ BJP പ്രവർത്തകരുണ്ടല്ലോ, BJPയെ ഇഷ്ടപ്പെടുന്ന വോട്ടേഴ്സിനോട് ഞാൻ സംസാരിക്കുകയാണ്. അവരൊക്കെ ഭയങ്കര ഹിന്നരാണ്. അവർ പറയുന്നത് ഇവർ ഈ ഗ്രൂപ്പിസം കളിച്ച് നടന്നാൽ കേരളത്തിൽ BJPക്ക് സ്ഥാനമുണ്ടാവില്ല, ഒരിക്കലും കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് പക്ഷേ ഈ നേതാക്കന്മാർ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സുരേന്ദ്രൻ്റെ പല തലത്തിലുള്ള പ്രസ്താവനകൾ കാണുമ്പോഴും അദ്ദേഹത്തെ ആ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയതിലുള്ള നീരസം വ്യക്തമാവും. ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കും. എന്നാൽ മിടുക്കുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ ചിരിച്ചുകൊണ്ട്, സുധാകരനൊക്കെ പോലെ ചിരിച്ചുകൊണ്ട് പോകണം. ഉള്ളിൽ വിഷമുണ്ടെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കരുത്. പക്ഷെ സുരേന്ദ്രൻ്റെ മുഖത്ത് അത് വായിച്ചെടുക്കാൻ കഴിയും. ഞാനത് വ്യക്തമായിട്ട് പറയാം. ഇനി ആ സ്ഥാനം കിട്ടാത്ത ശോഭാ സുരേന്ദ്രനെ ഇപ്പം കാണുന്നില്ലല്ലോ. മറ്റേത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിറഞ്ഞതാണ്. അവരെവിടെ പോയി? MD രമേശിനെ കാണുന്നില്ല അല്ലേ? അതെ. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു അടുത്ത പ്രസിഡന്റ് ആവണം, അല്ലെങ്കിൽ അത് ആ കസേര ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടിയില്ല.
അപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്ന രാജീവ് ചന്ദ്രശേഖരനോട് സ്വാഭാവികമായും ദേഷ്യമുണ്ടാവും. ഞാൻ പറഞ്ഞ അവരുടെ ഉള്ളിലുള്ള ചിന്തയുണ്ടല്ലോ, അതെ, ഇയാൾക്ക് പൊളിറ്റിക്സ് എന്തറിയാം, ഇയാളൊരു ബിസിനസ്മാനാണ്, കോർപ്പറേറ്റ് ആണ്, അതെ, അയാളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചുകൊണ്ടുവന്ന് ഇവിടെ പ്രസിഡന്റ് ആക്കിയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് BJP നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഇവർക്കുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇവിടെ ഇപ്പം പാലക്കാടും പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും അവർക്ക് കോർപ്പറേഷൻ കിട്ടാം, അതെ, മറ്റ് പല സ്ഥലങ്ങളിലും കിട്ടാം, പഞ്ചായത്ത് ഭരണം പിടിക്കാം. പക്ഷേ ഇതൊന്നും പിടിക്കാൻ സമ്മതിക്കില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇതൊക്കെ അഡീഷണൽ ആയിട്ട് കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ കിട്ടിയെന്ന് വന്നാൽ കെടുത്തേക്ക് പോകും. അതെ, ഇത് നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ CPM ആയാലും അല്ലെങ്കിൽ LDF ആയാലും UDF ആയാലും വളരെ സന്തോഷത്തിലാണ്. കാരണം ഇവർ തമ്മിലടിച്ച് കളയും, തകർത്ത് കളയും, അതിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ BJP പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ചിന്തിക്കേണ്ടത് ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ ഭരണം പിടിക്കാം. കേന്ദ്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇനി BJPയെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലും BJPയുടെ ഭരണം ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കാണ് ഗുണകരം. ഇപ്പോൾ CPM പറയുന്നത് കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല, കേരളത്തെ ചവിട്ടി താഴ്ത്തുകയാണ്, പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ കടം തരുന്നില്ല, അർഹിക്കുന്ന വിഹിതം കിട്ടുന്നില്ല എന്നല്ലേ പറയുന്നത്. നേരെ മറിച്ച് BJPയുടെ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ വിഹിതം എല്ലാം കിട്ടുമല്ലോ. അപ്പോൾ BJPക്കാർ ചിന്തിക്കേണ്ടത് അത് ജനങ്ങൾക്ക് ഗുണകരമാകുമെങ്കിൽ ഞങ്ങളുടെ ആ പോരാട്ടം അവസാനിപ്പിക്കാം, എനിക്ക് കസേര വേണമെന്ന് പറഞ്ഞാൽ ആ പോരാട്ടം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കേണ്ടത് ഈ നേതാക്കന്മാരല്ലേ. എന്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തത്? ഇപ്പം നമ്മൾ കോൺഗ്രസ്സുകാരാണെ പറയും അവർക്ക് അധികാരത്തിലെത്തിയിട്ട് പോക്കറ്റ് നിറയ്ക്കാനാണെന്ന്. BJP അങ്ങനെ പോക്കറ്റ് നിറയ്ക്കുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള നേതാക്കളാണോ എന്നും അറിയില്ല. അതിനുവേണ്ടിയാണോ? അതെ, അല്ല, എൻ്റെ ഈ ചോദ്യങ്ങൾ ഞാൻ ഒരു രാഷ്ട്രീയ ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിലെ പോലെ തെരുവിലേക്ക് പരസ്പരം, കോൺഗ്രസ് എപ്പോഴും ജനാധിപത്യപരമാണെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ ചെളിവാരി എറിയതൊക്കെ പതിവാണ്. BJP RSS എന്ന സംവിധാനം ഒരു കേഡർ സംവിധാനത്തിലൂടെ പോകുന്ന, പക്ഷേ കേരളത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് കേന്ദ്രം ഇടപെടേണ്ട. അല്ലാതെ കേന്ദ്രം ഇടപെടാത്തത്? അതെ, ഈ RSSന്റെ ഇവിടുത്തെ ശാഖകൾക്ക് അറിയാമല്ലോ ഇവിടെ സംഭവിക്കുന്നത് നടക്കുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണ് RSSന്റെ ഇവിടുത്തെ നേതാക്കൾ? അതുപോലെ ഇതിൽ വളരെ വ്യക്തമായുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നായർ ഈഴവാടി, അത് വലിയ രീതിയിൽ വന്നിരിക്കും. അത് വലിയ രീതിയിൽ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP പോലൊരു പ്രസ്ഥാനത്തിൽ ആ അടിക്ക് പിന്നിൽ ആരായിരിക്കും പ്രവർത്തിച്ചിരിക്കുക? അത് CPMന്റെ ഒരു രഹസ്യ അജണ്ടയാണ്. അതെ, കാരണം ഇപ്പം ഈഴവയിൽ നിന്നുള്ള ഒരുപാട് വോട്ടുകൾ BJPയിലേക്ക് അറിയുന്നുണ്ട്. ഈഴവ വോട്ടുകൾ ഏറ്റവും അധികം CPMനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പോകുന്നു എന്ന് വന്നപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരിക BJP ആയിട്ട്. ഇപ്പം BJPക്ക് ഇവരെ രണ്ടുപേരും ചേർന്ന് നിർത്തിയില്ലേ പറ്റും? ആരുടെ പക്ഷം ചേരും? അത് പറ്റില്ല. അതുകൊണ്ടാണ് BDJSനെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ രാഷ്ട്രീയ കളികൾ, ഈ ജാതി പറഞ്ഞുള്ള കളി, ഈ മനുഷ്യരെ തമ്മിൽ തരിച്ചുള്ള കളി, ഇതെന്ന് അവസാനിക്കുന്നു അന്ന് ഈ ഭാരതം രക്ഷപ്പെടും. ഇപ്പം BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നു, 2 ടേമായി 3ാമത്തെ ടേം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഭാരതത്തിന് വളർച്ചയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് കേരളത്തിലെ നേതാക്കൾ ഒന്നുകൂടി ആലോചിക്കണം. ഇല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഏതെങ്കിലുമൊക്കെ പിടിക്കാൻ ശ്രമിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ വലുതായി പോകുമെന്ന് ചിന്തിക്കാതെ BJP ഇവിടെ വളർത്താൻ, ആ പ്രസ്ഥാനം വളർത്താൻ എല്ലാവരും ശ്രമിക്കണം, നേതാക്കന്മാർ ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.